എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലുള്ള സമിതിയിൽ മന്ത്രിമാരുടെ സ്റ്റാഫും നേരത്തെയുള്ള ഉത്തരവ് തിരുത്തിയാണ് പ്രത്യേക ഉത്തരവ് ഇറക്കി സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയത്. 7 മന്ത്രിമാരുടെ 8 സ്റ്റാഫുകളാണ് അഭിമുഖ സമിതിയിലുള്ളത്. ഇതിനു പുറമെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ 2 ഉദ്യോഗസ്ഥരെയും സമിതിയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക നിയമനത്തിലുള്ള സർക്കാർ പ്രതിനിധികളുടെ സെലക്ഷൻ കമ്മിറ്റി പാനലിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ അധ്യാപക ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ ബോർഡിലേക്ക് അപ്പോയിൻമെൻറ്റ് നടത്തിയെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം. മുൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ ആരോപണമാണിത്. വിജിൻ വായന്തോട് വിവരണമായി ചേരുന്നു. വിജിൻ, ഇത് ചട്ടവിരുദ്ധമാണോ? ചട്ടവിരുദ്ധമാണ്. അതായത് എയ്ഡഡ് സ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. അതിൽ ആ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, ഒപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധി, മറ്റൊരാൾ സർക്കാരിന്റെ പ്രതിനിധിയാണ്. ആ സർക്കാരിന്റെ പ്രതിനിധിയായി സാധാരണ വരുന്നത് സബ് കളക്ടർ റാങ്കിലോ ഒപ്പം തന്നെ അണ്ടർ സെക്രട്ടറി റാങ്കിലോ ഉള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർക്ക് പകരമാണ് നിലവിൽ 7 മന്ത്രിമാരുടെ 8 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിയമിച്ചിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ അങ്ങനെ അധ്യാപകരെ നിയമിക്കുന്ന സമിതിയിൽ അത് മന്ത്രിമാരുടെ സ്റ്റാഫൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതിൽ മാനേജ്മെന്റുകളും ഒപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധിയും സർക്കാർ പ്രതിനിധിയും ചേർന്ന് തീരുമാനമെടുത്താൽ യോഗ്യതകൾ മറികടന്ന് അധ്യാപകരെ നിയമിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് അഴിമതിക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് പ്രധാനമായും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആരോപണമായി ഉയർത്തുന്നത്. നേരത്തെ ഇറക്കിയിരുന്ന ഉത്തരവിൽ ഈ മന്ത്രിമാരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം 16 തീയതി ഇറക്കിയ മറ്റൊരു ഉത്തരവിലാണ് ഈ 7 മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ 8 പേരെ ഉൾപ്പെടുത്തിയുള്ള പുതിയ ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിലാണ് വിവാദം. നിലവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള 2 പേർ വിവാദമായതിന് ശേഷം ഈ പദവിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തുകയാണ് മാനേജ്മെന്റുകളൊക്കെ കൈപ്പറ്റുന്നത്. അത് ആരെങ്കിലും നിയമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സർക്കാരിന്റെ പ്രതിനിധിയെയും ഒപ്പം തന്നെ ആ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പലിനെയും ഒക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. 46 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ് സർക്കാരിന്റെ പ്രതിനിധികളായുള്ളത്. സർക്കാരിന്റെ പ്രതിനിധികൾ അത്രയുമാണ്. അതിലാണ് നിലവിൽ 8 പേരെ മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ട ആളുകളെ നിയമിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു വിവാദത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ സാധാരണഗതിയിൽ മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ ഉണ്ടാകാറില്ല. അത് ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദത്തിലേക്ക് പോകുന്നത് അഴിമതിയിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും അതിലാണ് നിലവിൽ ഈ തീരുമാനം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വി ശിവൻകുട്ടി നേരത്തെ വാർത്താസമ്മേളനത്തിൽ അക്കാര്യം പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിൽ അഴിമതി നടത്താനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത് എന്നും ശിവൻകുട്ടി ആരോപിക്കുകയാണ്.